ശുഭാപ്തി വിശ്വാസത്തോടെയും ശുഭചിന്തകളോടെയും നല്ലൊരു സായം സന്ധ്യ എല്ലാവർക്കും ആശംസിക്കുന്നു. ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശ്യം തത്ത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. ഓം നമഃ ശിവായ ഗുരവേ സച്ചിദാനന്ദമൂർത്തയേ നിഷ്പ്രപഞ്ചായ ശാന്തായ നിരാലംബായ തേജസേ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. വന്ദേ ഗുരുപരമ്പരാ. വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. വന്ദേഹം ഗണനായകം. വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി മുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി
योगजे योगसम्भूते महालक्ष्मी नमोऽस्तुते स्थूलसूक्ष्ममहारौद्रे महाशक्तिमहोदरे महापापहरे देवी महालक्ष्मी नमोऽस्तुते पद्मासनस्थिते देवी परब्रह्मस्वरूपिणी परमेशी जगन्माता महालक्ष्मी नमोऽस्तुते चेदाम्बरधरे देवी नानालङ्कारभूषिते जगस्थिते जगन्माता महालक्ष्मी नमोऽस्तुते महालक्ष्मी नमोऽस्तुते शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृश्यं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगीहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमः शिवाय शिवाय नमो ॐ नमः शिवाय शिवाय नमो शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् ॐ नमः शिवाय ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनान् मृत्योर्मुक्षीयमामृतात् ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनान् मृत्योर्मुक्षीयमामृतात् ॐ नमः शिवाय 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 രാധാ മാം ലളിത സഹസ്രനാമം നമുക്ക് ചൊല്ലിത്തരുന്നതാണ്. രാധാ മാം വെൽക്കം. ആത്മനമസ്തേ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ നല്ലൊരു സായം സന്ധ്യ എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്നിവിടെ ലളിതാ സഹസ്രനാമത്തിന്റെ പാരായണവും അതിന്റെ അർത്ഥവ്യാഖ്യാനവും നടത്താൻ അവസരം ഉണ്ടാക്കി തന്ന ഹാപ്പിനെസ് മാസ്റ്ററി ഹബിനും സാറിനും 1000 നന്ദി. സാറിന്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുന്നു. എൻ്റെ ഈ വാക്കുകൾ അമ്മയുടെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ പിഴവ് കൂടാതെ എൻ്റെ വായിൽ നിന്ന് വരണമെന്ന് അമ്മയോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ലളിതാ സഹസ്രനാമത്തിന്റെ മാഹാത്മ്യം പറയുക എന്നുള്ളത് അത്ര ഒരു ചെറിയൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. 10-35 വർഷമായിട്ട് ഞാൻ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആളാണ്. സഹസ്രനാമങ്ങളിൽ ഏറ്റവും മാഹാത്മ്യമുള്ളതാണ് ലളിതാ സഹസ്രനാമം. എന്തുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം ഇത്രയും പ്രാധാന്യമുള്ളത് എന്ന് വെച്ചാല്, ശ്രീവിദ്യ ഉപാസകന്മാരിൽ ഏറ്റവും പ്രാധാന്യമുള്ള, അതായത് ശ്രീവിദ്യാ മന്ത്രങ്ങള്
ഉൾക്കൊണ്ടിട്ടുള്ള ലളിതാ സഹസ്രനാമം നമ്മൾ നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് അതിന് ഒരുപാട് ഗഹനമായ അർത്ഥങ്ങളുണ്ട്. അത്രയും വലിയൊരു വ്യാഖ്യാനത്തിലേക്കോ തന്ത്രവ്യാഖ്യാനം, അതിന് ശ്രീവിദ്യാ മന്ത്രത്തിന്റെ തന്ത്രവ്യാഖ്യാനവും ലളിതാ സഹസ്രനാമത്തിന്റെ തന്ത്രവ്യാഖ്യാനവും ഒന്നും പറയാൻ എനിക്കറിയില്ല എന്ന് ഞാൻ വിനയത്തോടു കൂടി പറയാണ്. എനിക്ക് അതിന്റെ അർത്ഥം, ഞാൻ ഇതുവരെ സഹസ്രനാമം മാത്രമേ ജപിച്ചിട്ടുള്ളൂ, അർത്ഥം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആ അർത്ഥവ്യാഖ്യാനം ഒരു സ്ഥലത്തും എനിക്ക് പറയാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ ശാന്തിപഥത്തിലുള്ള നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് ഞാൻ സഹസ്രനാമത്തിന്റെ അർത്ഥം പറയാൻ പോകുന്നത്. ലളിതമായിട്ടുള്ള അർത്ഥങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് കടക്കാനുള്ള ജ്ഞാനമൊന്നും എനിക്ക് ആയിട്ടില്ല. അപ്പൊ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ നമുക്കത് ആരംഭിക്കാം. ഒരു തടസ്സങ്ങളും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണേ എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രീവിദ്യാ മന്ത്രങ്ങളിൽ ഏറ്റവും മുഖ്യമായത്, പുരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ശ്രീപുരം. ശ്രീപുരം എന്ന് പറഞ്ഞാൽ അമ്മ ഇരിക്കുന്ന സ്ഥലമാണ് ശ്രീപുരം. ശ്രീപുരത്തില് പിന്നെ ശക്തികളിൽ ലളിതാംബികയും ശ്രീവിദ്യ ഉപാസകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മഹാദേവൻ. ശ്രീവിദ്യ ഉപാസകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മഹാദേവൻ. അപ്പൊ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സഹസ്രനാമം എന്തുകൊണ്ടാണ് ഇത്രയും കാലങ്ങൾക്ക് ശേഷവും നിലനിന്ന് പോകുന്നത് എന്ന് വെച്ചാല് അതിന്റെ ഉള്ളിലുള്ള അന്തരാർത്ഥം മാത്രമാണ്. ഞാൻ ഈ ലളിതാ സഹസ്രനാമത്തിന്റെ വേറൊരു വെർഷനാണ് ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരുന്നത്, സൗന്ദര്യലഹരി. ഞാൻ സൗന്ദര്യലഹരിയാണ് നിങ്ങൾക്ക് കേൾക്കണം എന്ന് എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പൊ ലളിതാ സഹസ്രനാമം പറഞ്ഞപ്പോൾ രണ്ടും ഏകദേശം സെയിം ആണ്. പക്ഷെ ഈ തന്ത്രങ്ങളിലൂടെ പോകുമ്പോൾ സൗന്ദര്യലഹരി കൂടുതൽ തന്ത്രങ്ങളാണ് പഠിക്കുന്നത്. നമുക്ക് തന്ത്രം ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ലളിതാ സഹസ്രനാമത്തിന്റെ അർത്ഥം മാത്രം വ്യാഖ്യാനിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകും. എപ്പോഴും ലളിതാ സഹസ്രനാമം ജപിക്കേണ്ടത്. അതിനു മുൻപ് ലളിതാ സഹസ്രനാമം എങ്ങനെ ഉണ്ടായി എന്ന് ഒന്ന് പറയാം. വളരെ ചുരുക്കത്തിലാണ് പറയുന്നത്. ദേവി തന്നെ, അതായത് ലളിതാ പരമേശ്വരി തന്നെ ദേവിയുടെ പശ്വിനി വാഗ്ദേവതകളോട് ലോകമംഗളത്തിനായി എൻ്റെ ഭക്തർക്ക് വേണ്ടിയിട്ട് ലളിതാ ഒരു ഇത് എഴുതാൻ വേണ്ടിയിട്ട്, അതായത് സഹസ്രനാമം എന്നുള്ള നിലയ്ക്കില്ല, 1000 എൻ്റെ നാമങ്ങൾ 1000 നാമങ്ങൾ എഴുതുകയും അത് എൻ്റെ ഭക്തർക്ക് ദിവസവും ജപിക്കാൻ ഉള്ള തരത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് വാഗ്ദേവതകളോട് പറഞ്ഞു, അശ്വിനി വാഗ്ദേവതകളോട് പറഞ്ഞു. അപ്പം അമ്മയുടെ ശ്രീപുരത്തിൽ വെച്ച് അമ്മയുടെ ചിന്താമണി ഗൃഹത്തിൽ എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യത്തിൽ അശ്വിനി വാഗ്ദേവതകള് അമ്മയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഈ 1008 മന്ത്രം അവിടെ ജപിച്ചു എന്നുള്ളതാണ്. അമ്മയുടെ പ്രീതി അവർക്ക് കിട്ടുകയും അമ്മ തന്നെ പറയുകയും ചെയ്തു, എൻ്റെ ഭക്തന്മാർ നിത്യവും ഇത് ജപിക്കുകയും ഇത് ജപിക്കുന്നവർ എല്ലാവർക്കും, ഈ ജപിക്കുന്ന എല്ലാവർക്കും എല്ലാ അഭിഷ്ടങ്ങളും സാധിക്കുകയും വേണമെന്ന് അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സഹസ്രനാമം ഇത്രയും ഉത്കൃഷ്ടമായത്. ഇന്നിവിടെ ഞാൻ സഹസ്രനാമത്തിന്റെ ധ്യാന ശ്ലോകം മാത്രമേ ചൊല്ലുന്നുള്ളൂ. ധ്യാന ശ്ലോകത്തിന്റെ അർത്ഥം സമയത്തിനനുസരിച്ച് പറയാം. മുഴുവൻ പറയാൻ സമയം കിട്ടുമെന്നറിയില്ല. ഇപ്പൊ നമുക്ക് അറിയുന്നവരെല്ലാവരും ധ്യാന ശ്ലോകം അറിയുന്നവര്, സഹസ്രനാമം അറിയുന്നവർ ധ്യാന ശ്ലോകം ജപിക്കുക. അമ്മയുടെ രൂപത്തിന്റെ, അതായത് ലളിതാ പരമേശ്വരി എങ്ങനെയാണെന്നുള്ള ഒരു വർണ്ണനയാണ് ആ ധ്യാന ശ്ലോകത്തിൽ കൊടുത്തിരിക്കുന്നത്, അമ്മയുടെ രൂപത്തിന്റെ വർണ്ണന. അപ്പൊ നമ്മൾ ആ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ആ ധ്യാന ശ്ലോകം ജപിക്കാൻ. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീപുരത് താരാനായകശേഖരാം സ്മിതമുഖി മാപീനവക്ഷോരുഹാം പാണിഭ്യാം മളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഗടസ്ഥരക്തചരണാം ധ്യായേൽ പരാം അംബികാം
ധ്യായേൽ പത്മാസനസ്താം വികസിതവദനാം പത്മപത്രായതാക്ഷിം ഹേമാംബാം പീതവസ്ത്രാം കരകലിതലസത്ഹേമ പത്മാംബരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാം മളികചുംബികസ്തൂരികാം സമന്ദഹസിതേക്ഷണാം ശശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീ മരണമാല്യഭൂഷോജ്വലാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം അരുണാതരംഗിതാക്ഷിം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിപിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനിം. ഓം ശ്രീ പരാശക്തിയേ നമഃ. ഈ ധ്യാന ശ്ലോകത്തില് അമ്മയുടെ രൂപവർണ്ണനയാണ്. സിന്ദൂരാരുണ വിഗ്രഹം. അമ്മയുടെ ശരീരം എങ്ങനെയാണെന്നാണ് ആദ്യം പറയുന്നത്. സിന്ദൂരാരുണ വിഗ്രഹം, സിന്ദൂരത്തിന്റെ നിറത്തോടുകൂടി. അരുണവർണ്ണം എന്ന് പറഞ്ഞാൽ ശരിക്കും സൂര്യന്റെ ഉദിക്കുന്ന സൂര്യന്റെ പ്രഭ എങ്ങനെയായിരിക്കും അതേപോലുള്ള നിറം. ആ നിറത്തിൽ ത്രിനയനാം, 3 കണ്ണുകളോടുകൂടി. 3 കണ്ണെന്ന് വെച്ചാൽ 2 കണ്ണേ ഉള്ളൂ, അതില് 3ാമത്തെ കണ്ണ് ജ്ഞാനദൃഷ്ടിയാണ്. 3 കണ്ണുകളോടുകൂടിയും മാണിക്യ മൗലീസ്ഫുരത്. മാണിക്യ മൗലീസ്ഫുരത് എന്ന് വെച്ചാല് മാണിക്യ കല്ലുകൾ പതിച്ച കിരീടം ധരിച്ചവള്. മാണിക്യ കല്ലുകൾ പതിച്ച കിരീടം ധരിച്ച് താരാനായകശേഖരാം. താരാനായകശേഖരാം എന്ന് പറഞ്ഞാൽ ആരാണ്? താരാനായകശേഖരം ചന്ദ്രനാണ്. ചന്ദ്രക്കല ധരിച്ച് സ്മിതമുഖിയും ആപീന വക്ഷോരുക. സ്മിതമുഖി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും മന്ദഹാസത്തോടു കൂടിയിരിക്കുന്ന, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നവളാണ് അമ്മ. പിന്നെ ആപീന വക്ഷോരുകാം, അതായത് തന്റെ ഭക്തർക്ക് വാത്സല്യം നിറഞ്ഞൊഴുകുന്ന, വാത്സല്യം നുകർന്നു കൊടുക്കാൻ തക്ക രൂപത്തിലുള്ള നിറഞ്ഞ മാറിടത്തോടു കൂടിയവൾ. പാണിഭ്യാം, തന്റെ കൈകൾ എങ്ങനെയാണ്? പാണിഭ്യാം അളി പൂർണ്ണ രത്ന ചഷകം. പാണിഭ്യാം 2 കൈകളിലും. അമ്മയുടെ കൈകൾ എപ്പോഴും വർണ്ണിക്കുന്നത് താമരപ്പൂവിന്റെ ആകൃതിയോട് കൂടിയാണ് വർണ്ണിക്കുന്നത്. താമരപ്പൂവിന്റെ ആകൃതി മാത്രമല്ല, താമരപ്പൂവിന്റെ നിറത്തോടു കൂടിയാണ് അമ്മയുടെ കൈകളെ വർണ്ണിച്ചിരിക്കുന്നത്. ആ കൈകളില് എപ്പോഴും ആ സൗരഭ്യം നുകർന്നുകൊണ്ട് അളികൾ എന്ന് വെച്ചാല് വണ്ടുകൾ ഇങ്ങനെ എപ്പോഴും അമ്മയുടെ കൈന്റെ ചുറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ചെന്താമരപ്പൂവിന്റെ പോലെയുള്ള അമ്മയുടെ കൈകളിലെ സൗരഭ്യം നുകരാൻ വണ്ടുകള് എപ്പോഴും ഇങ്ങനെ അമ്മയുടെ കൈയിന്റെ ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ അർത്ഥം. രത്നചഷകം, അതില് 2 കുംഭങ്ങളുണ്ട്. അതിൽ 2ലും ഇവര് പറയുന്ന അർത്ഥം വീഞ്ഞെന്നാണ്. അതില് നിറച്ചിരിക്കുന്നു. അതിൽ ദേവിയുടെ കയ്യിൽ രക്തോൽപലം ബിഭ്രതിയും ഹേമാംബാം ധ്യായേൽ പത്മാസനസ്ഥാം പാണിഭ്യാം അളിപൂർണ രത്ന ചഷകം രക്തോൽപലം ബിഭ്രതിയും സൗമ്യാം രത്ന ഘടസ്ഥ രക്തചരണാം ധ്യായേൽ പരാം അംബികാം. അമ്മയുടെ കയ്യില് ചുവന്ന നിറത്തിലുള്ള താമരപ്പൂക്കൾ എപ്പോഴും ഇങ്ങനെ കയ്യില് ചുഴറ്റിക്കൊണ്ടിരിക്കും. വളരെ സൗമ്യഭാവത്തോടു കൂടിയിരിക്കുന്ന അമ്മയുടെ കാലുകൾ എവിടെയാ വച്ചിരിക്കുന്നത്? രത്നം പതിച്ച കുടത്തിന്റെ മുകളിലാണ് കാലുകൾ വച്ചിരിക്കുന്നത്. അമ്മയുടെ പാദത്തിന്റെ നിറവും ചുവന്ന മൃദുവായിട്ടുള്ള പാദവുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ആ പരാശക്തിയെ ഞാൻ ഇതാ വർണ്ണിക്കുന്നു. ആ രൂപത്തിലുള്ള അമ്മയെ ഞാൻ വർണ്ണിക്കുന്നു. അടുത്തത് ധ്യായേൽ പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായ ദാക്ഷിം. ധ്യായേൽ പത്മാസനസ്ഥാം, താമരയിലാണ് ഇരിക്കുന്നത്. വികസിതവദനാം, എപ്പോഴും അമ്മയുടെ മുഖം പൂർണ്ണചന്ദ്രന് സമാനമായിട്ട് വികസിച്ചിരിക്കുന്ന മുഖമാണ്. പത്മപത്രായ ദാക്ഷിം, എപ്പോഴും ദേവീദേവന്മാരുടെ കണ്ണുകൾ എപ്പോഴും താമരപ്പൂവിന്റെ ഇതളിനോടാണ് വർണ്ണിച്ചിരിക്കുന്നത്.
അതേപോലെ അമ്മയുടെ കണ്ണുകളും താമരപ്പൂവിന്റെ ഇതൾ പോലെ വിടർന്ന കണ്ണുകളോട് കൂടിയവൾ. ഹേമാംബാം പീതവസ്ത്രാം, സ്വർണവർണ്ണത്തോടു കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നവൾ. കരകലിത സല്ലസ ഹേമ പത്മാംബരാംഗിം, സ്വർണവർണ്ണത്തോടുകൂടി അത്രയും പ്രകാശപൂർണിതമായ വസ്ത്രങ്ങൾ ധരിച്ച് കൈകളിൽ സ്വർണവർണ്ണത്തിന്റെ നിറങ്ങളോടുകൂടി ശ്രേഷ്ഠമായ അംഗലാവണ്യത്തോടുകൂടിയിരിക്കുന്ന ആ അമ്മയുടെ രൂപത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ശ്രീവിദ്യാം, അമ്മയുടെ ബാക്കിയുള്ളത് പറയാണ്. ശ്രീവിദ്യാം, ശ്രീവിദ്യാ സ്വരൂപിണിയാണ് അമ്മ. ശാന്തമായ മൂർത്തിയാണ്. ശ്രീവിദ്യാം ശാന്തമൂർത്തി, എപ്പോഴും ശാന്തഭാവത്തിലിരിക്കുന്ന അമ്മയാണ് ഇവിടെ. സകല സുരനുതാം, സകല ദേവന്മാരാലും സ്തുതിക്കപ്പെടുന്ന അമ്മ. സർവസമ്പത് പ്രദാത്രി, എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്നത് അമ്മയാണ്. എല്ലാ സമ്പത്തും തരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ഉള്ളിലുള്ള ഐശ്വര്യം, മനസ്സിന്റെ നിറവാണ്. മനസ്സിന്റെ സന്തോഷം ഉണ്ടെങ്കിൽ, മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ ഭൗതികമായിട്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിന് സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ നമുക്കൊന്നും ആസ്വദിക്കാൻ സാധിക്കില്ല. അപ്പൊ അമ്മയോടുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും, സർവസമ്പത് പ്രദാത്രിയാണ് അമ്മ. അമ്മ നമുക്ക് വേണ്ടതെല്ലാം എത്തിച്ചേരും. പക്ഷെ എത്തിച്ചേരുമ്പോൾ നമ്മുടെ മനസ്സിന്റെ നില എങ്ങനെയായിരിക്കണം? എപ്പോഴും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നമ്മൾ ഇരിക്കണം. അതാണ് അമ്മയുടെ ആവശ്യം. ഇനി അടുത്തത്, സകുങ്കുമ വിലേപനാം അളിക ചുംബി കസ്തൂരികാം. സകുങ്കുമം, കുങ്കുമം വിലേപനം ചെയ്തുകൊണ്ട്, നെറ്റിയിൽ കുങ്കുമം വിലേപനം ചെയ്തുകൊണ്ട്, അളിക ചുംബി കസ്തൂരികാം, എപ്പോഴും കസ്തൂരി കൊണ്ട് കുറി തൊടും എന്നാണ് പറയുന്നത്. അപ്പൊ ആ കസ്തൂരിയുടെ സൗരഭ്യം കൊണ്ട്, കസ്തൂരിക്ക് ഒരു സൗരഭ്യമുണ്ട്, മണമുണ്ട്. ആ മണത്തെ ആസ്വദിക്കാൻ വണ്ടുകൾ വരുന്നത് പോലെ അമ്മയുടെ നെറ്റിയിൽ ഇങ്ങനെ മുടിയുടെ കുറുനിരകൾ എന്ന് നമ്മൾ പറയില്ലേ, അതിങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ആ കസ്തൂരിയുടെ മണത്തെ ആസ്വദിക്കുന്ന വിധത്തിൽ ഇങ്ങനെ കിടക്കുന്നു. സമന്ദഹസിതേഷണാം ശശരചാപ പാശാങ്കുശാം, എപ്പോഴും മന്ദഹാസത്തോടു കൂടിയിരിക്കുന്ന അമ്മ. സശരചാപാം, അമ്മയുടെ കൈകളിൽ എന്തൊക്കെയാണ്? ശരം, അമ്പ്, വില്ല്, കയറ്, തോട്ടി, ഇത്രയും കാര്യങ്ങൾ അമ്മയുടെ കൈകളിലുണ്ട്. അതുകൂടാതെ അശേഷജനമോഹിനിയും അരുണമാല്യ ഭൂഷോജ്വലാം, ഉജ്ജ്വലമായ രൂപത്തോടു കൂടിയാണ് അമ്മ ഇരിക്കുന്നത്. ജപാ കുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം, ഇത്രയും ഉജ്ജ്വലമായ ആഭരണങ്ങളും ആടകളും അണിഞ്ഞ് മന്ദസ്മിതത്തോടു കൂടിയിരിക്കുന്ന ചുവന്ന, അതായത് ചെമ്പരത്തിപ്പൂവിന്റെ നിറത്തോടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ചുവന്ന നിറത്തിലുള്ളതെന്നാണ് അതിന്റെ മീനിങ്. ശരിക്കും അത് അരുണവർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഉദയസൂര്യന്റെ നിറം, ആ നിറമാണ് അമ്മയ്ക്ക് എപ്പോഴും. ആ നിറമുള്ള ദേവിയെ എൻ്റെ മനസ്സിൽ ഞാൻ ധ്യാനിക്കുമ്പോൾ സ്മരിക്കുന്നു. എപ്പോഴും നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ, അതായത് സഹസ്രനാമം ജപിക്കാതിരിക്കുമ്പോൾ ആ അമ്മയുടെ രൂപം മനസ്സിൽ, ഇത്രയും സർവശ്രേഷ്ഠമായ ആ രൂപം മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടുവേണം സഹസ്രനാമം ജപിക്കുവാൻ. അരുണാതരംഗിദാശിയും, അമ്മ എപ്പോഴും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്? അരുണവർണ്ണത്തോടു കൂടിയും, കരുണ എപ്പോഴും കണ്ണുകളിൽ കരുണ വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളാണ്. എപ്പോഴും അമ്മയുടെ കണ്ണുകൾ കരുണ വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളാണ്. കയ്യിൽ പിടിച്ചിരിക്കുന്ന അമ്പ്, വില്ല്, തോട്ടി, പിന്നെ കാമദേവന്റെ പുഷ്പബാണങ്ങളും അമ്മയുടെ കൈകളിലുണ്ട്. ധൃതപാശാങ്കുശ പുഷ്പബാണ ചാപാം അണിമാതി ഭിരാവൃത, അണിമാതി ഭിരാവൃത എന്ന് പറഞ്ഞ 8 സിദ്ധികളാണ്. അതും അമ്മയോട് ചേർന്നതാണ് ആ സിദ്ധികള്. അനിമ, മഹിമ, ഗരിമ, ലലിമ, ഈശിത്വം, പ്രാപ്തി, പ്രാകാശം എന്നിവയുള്ള ഈ സിദ്ധികളെല്ലാം ദേവിയിൽ അടങ്ങിയിട്ടുള്ള ആ അഷ്ടൈശ്വര്യങ്ങളും ദേവിയെ വലയം ചെയ്തിരിക്കുന്നു. ഇപ്രകാരമുള്ള ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നമസ്കരിക്കുന്നു. ഇതാണ് നമ്മുടെ ധ്യാന ശ്ലോകത്തിന്റെ ചെറുതായിട്ടുള്ള അർത്ഥം. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിശദീകരിക്കാം. അത്രയും ഗഹനമായിട്ട് വിശദീകരിക്കാൻ എനിക്കറിയില്ല. ഞാൻ വളരെ അതിന്റെ പദാനുപത അർത്ഥങ്ങൾ മാത്രമാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ നമ്മള് അമ്മയെ ധ്യാനിക്കുമ്പോൾ, അമ്മ എന്ന് പറയുന്നത് എപ്പോഴും മക്കൾക്ക്, ഏത് മക്കൾക്കായാലും അമ്മയുടെ രൂപത്തില് ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ തെറ്റ് വന്നാലും ശരിയാണെങ്കിലും അമ്മ അത് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നുള്ള ഒരു ഭാവമാണ്. അമ്മ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഒരു വാത്സല്യ ഭാവമാണ് മക്കളോടുണ്ടാവുക. ആ ഭാവത്തിലാണ് എപ്പോഴും നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കേണ്ടത്. ഇന്ന്
ഇത്രയും മതി. നാളെ അല്ല, ഈ ഗീത ക്ലാസ് ഇല്ലാത്ത ദിവസം നമുക്ക് ബാക്കിയുള്ള, അതായത് ദേവിയുടെ 1008 നാമങ്ങളാണ് ലളിതാ സഹസ്രനാമങ്ങളിലുള്ളത്. ഈ 1008 നാമങ്ങള് ഇതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അർത്ഥം ബുക്ക് ഭയങ്കര വലിയ ബുക്കാണ്. അത്രയും അർത്ഥം ഇല്ലെങ്കിലും സാമാന്യമായ ഒരു അർത്ഥം എനിക്ക് അറിയുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ ഈ സഹസ്രനാമം ജപിക്കുമ്പോൾ ആ അർത്ഥം മനസ്സിലാക്കി ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. ലളിതാ സഹസ്രനാമം നമ്മൾ ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു സംശയവുമില്ല, എല്ലാ സർവ സമ്പത് പ്രദാത്രി എന്ന് വെറുതെ പറയല്ല, എല്ലാ സർവ ഐശ്വര്യങ്ങളും അമ്മ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി എല്ലാവരും സഹസ്രനാമം എല്ലാവർക്കും അറിയാമെന്നറിയാം. ഞാൻ എന്റെ അറിവ് വെച്ചിട്ടുള്ള ഒരു ചെറിയ അർത്ഥമാണ് പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, എനിക്കറിയ പോലെ ഞാൻ പറഞ്ഞുതരാം. നന്ദി എല്ലാവർക്കും. സദമ്മ നമസ്കാരം. സൗദാമിനിയാണേ വീഡിയോ അത്രയും ആയുധങ്ങൾ കൈവശം വെക്കുന്ന എന്തിനാ? അങ്ങനെയല്ല, ആയുധങ്ങളില്ലേ, ശൂലം, തോട്ടി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ആയുധങ്ങൾ കയ്യിൽ വെക്കുന്നതോ? ആയുധങ്ങളെ എപ്പോഴും ഈശ്വരന്മാര് കയ്യിൽ വെക്കുന്നത് അധർമ്മികളെ പിന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ധർമ്മത്തോടു കൂടി ചരിക്കുന്നവരെ ഒരിക്കലും ഒരു ഈശ്വരന്മാരും ശിക്ഷിക്കില്ല. അധർമ്മികളെ, അതായത് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ എപ്പോഴും പറയും ഭണ്ഡാസുരവധം അമ്മയാണ് നടത്തിയത്. അപ്പൊ ആ ഭണ്ഡാസുരന്റെ ഒരു കഥ എന്താന്ന് വെച്ചാല്, അതായത് പാർവതി പരമേശ്വരൻ എപ്പോഴും ശിവശക്തിക്ക് രൂപിണിയാണ്. എപ്പോഴും അമ്മയും ശിവനും ഒരേപോലെ, അതായത് ശിവനും ശക്തിയും എപ്പോഴും ഒരു ഇതിൽ ലയിച്ചിരിക്കുന്നതാണ്. ആ ശിവനും ശക്തിയും ഇല്ലെങ്കിൽ ലോകമില്ല. പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം തന്നെ അവരാണ്. അപ്പം എപ്പോഴും ദേവിക്ക് ഇത്രയും മംഗലാവണ്യമൊക്കെ കൊടുത്തതും ഒക്കെ കാമദേവനാണെന്നുള്ള ഒരു ഇത് ശിവൻ എപ്പോഴും ഉണ്ട്. അപ്പൊ ശിവൻ എപ്പോഴും ഈ കാമദേവൻ അമ്മയുടെ ഇതിലേക്ക് ഇത് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് ശിവൻ എപ്പോഴും കാമദേവനോട് ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ കാമദേവനോട് ദേഷ്യം വന്നിട്ട് കാമദേവനെ ത്രികൊണ കൊണ്ട് ഭസ്മീകരിച്ച് കളയും. ആ ഭസ്മം എടുത്ത് ശിവന്റെ ഭൂതഗണം, കാലയാമൻ എന്ന് പേരുള്ള ഒരു ഭൂതഗണം ഒരു മനുഷ്യരൂപം വരച്ചു. ആ മനുഷ്യരൂപത്തിന് ഭഗവാൻ തന്നെ ഒരു പുനർജന്മം കൊടുത്തു. അത് ഭണ്ഡാസുരനാണ്. അത് എന്തുകൊണ്ടാണ് അസുരനായതെന്ന് വെച്ചാല്, ശരിക്കും ശിവൻ കോപിച്ചിരിക്കുന്ന സമയത്താണ് കാമദേവനെ വധിച്ചത്. പിന്നെ ആ കോപം ആകുന്നതിന് മുമ്പാണ് ഈ ഭണ്ഡാസുരന് മുക്തി കൊടുത്തത്, ജീവൻ കൊടുത്തത്. അപ്പം അത് അസുരനായിട്ട് മാറി. അപ്പൊ ഭണ്ഡാസുരൻ അവന്റെ മുമ്പിൽ പ്രത്യക്ഷ ജീവൻ കൊടുത്ത് വന്നപ്പോ ശിവനെ കുറിച്ചുള്ള രുദ്രീയം, അതായത് ശിവരുദ്രം പാടിയപ്പോ ഭഗവാൻ അതിൽ അനുഗ്രഹീതനായിട്ട് 60,000 വർഷങ്ങള് ഈ ഭണ്ഡാസുരന് സ്വർഗലോകത്തിൽ താമസിക്കാനുള്ള അനുമതി കൊടുത്തു. ആ ഭണ്ഡാസുരൻ ഭയങ്കര അഹങ്കാരിയായിട്ട് മാറി അവിടെ ദേവലോകത്ത് ദേവന്മാരെ പീഡിപ്പിക്കുകയും അവിടെയുള്ള എല്ലാ ഇതുകളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പം ദേവന്മാരെല്ലാവരും കൂടെ നാരദ മഹർഷിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഭണ്ഡാസുരനിൽ നിന്നൊരു മോചനം വേണം എന്ന് പറഞ്ഞപ്പോ അതിന് പരാശക്തി വരണം കൊല്ലണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ ആ പരാശക്തിയുടെ ജന്മം കൊണ്ട് പരാശക്തി ആ സമയത്ത് പിന്നെ അതായത് അത് പറയണത് എങ്ങനെയാന്ന് വെച്ചാല്, പരാശക്തിക്ക് എപ്പോഴും ഇവര് യാഗം നടത്തി. അപ്പൊ നാരദ മഹർഷി പറഞ്ഞിട്ട് യാഗം നടത്തി. യാഗത്തിൽ നിന്നാണ് ശ്രീചക്രസ്ഥിതിയായ ദേവി വന്നത്, ഉത്ഭൂതയായത്. അപ്പൊ ഈ കന്യകയായിരുന്നു ദേവി. കന്യകയായ ഒരു ദേവിക്ക് ഭണ്ഡാസുരനെ കൊല്ലാൻ പറ്റില്ല. അപ്പൊ ആ കന്യകയായ ദേവി ഭണ്ഡാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു വരണമാല്യം ആകാശത്ത് ചുഴറ്റി എറിഞ്ഞു. ആ വരണമാല്യം ചെന്ന് വീണത് ഭഗവാന്റെ മഹാദേവന്റെ കഴുത്തിലായിരുന്നു. അപ്പോഴാണ് ആ മഹാദേവന്റെ കഴുത്തിൽ വരണമാല്യം വീണപ്പോ കന്യകാത്വം മാറി, ദേവിയുടെ കന്യകാത്വം മാറി. അങ്ങനെ 4 ദിവസം യുദ്ധം ചെയ്തിട്ടാണ് ഭണ്ഡാസുരനെ വധിച്ചത്. അപ്പൊ ആ ഭണ്ഡാസുരനെ വധിക്കാൻ എപ്പോഴും ദേവന്മാരുടെ, അതായത് നമ്മുടെ ദൈവങ്ങളുടെ കൈകൾ 4 കൈകളും 5 കൈകളും ഒക്കെ ഉള്ളത്, ആയുധങ്ങളുള്ളത് അധർമ്മികളെ വധിക്കാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നുമല്ല. സാധാരണ രൂപത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ആ ആയുധങ്ങൾ കാണണ്ടെന്ന് വെച്ചാൽ മതി. നമ്മൾ സാധാരണ ദേവിയെ മാത്രം കാണുക, ദേവിയെ അമ്മയുടെ രൂപത്തിൽ മാത്രം കണ്ട് ജപിക്കുക. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ അനുഗ്രഹം ഉണ്ട്.
പോരെ ഇന്ന് പോരെ 7 മണി. അപ്പൊ ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഇല്ല. പിന്നെക്കിത് മതിയല്ലോ അല്ലേ? ആ കഥ നമുക്ക് മറ്റൊരു രൂപത്തിൽ കേട്ടാലോ? സാറുണ്ടായിരുന്നു. സാറ് പറഞ്ഞോളൂ. സഹദാമിന് ചോദിച്ചതിന്റെ യഥാർത്ഥ സത്ത് ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരേണ്ടത്. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള അറിവ് കാംക്ഷിക്കുന്ന അല്ലെങ്കിൽ ജിജ്ഞാസ. നമ്മുടെ ആത്മീയ പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പടവ് എന്ന് പറയുന്നത് ജിജ്ഞാസ ഉണ്ടാവുക എന്നുള്ളതാണ്. ചോദ്യങ്ങൾ ഉണ്ടാവുക. എന്തുകൊണ്ട്, എന്താണ്, അതെങ്ങനെ? ഇപ്പൊ രാധമ്മ പറഞ്ഞ കഥയിൽ ഒരു 25 ചോദ്യം എനിക്കുണ്ടായി. അന്ന് ചോദിക്കൂ. ഈ ചോദ്യങ്ങളാണ് ആത്മീയ പാതയിലെ ഒന്നാമത്. അതുകൊണ്ട് തന്നെ സൗദാമിനിക്ക് ബിഗ് ക്ലാപ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധനയുടെ എല്ലാ ചോദ്യങ്ങളും അങ്ങനെയാണ്. യഥാർത്ഥ ആത്മീയ പാതയിലേക്ക് സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഇത്തരം ചോദ്യങ്ങൾ അനിവാര്യമാണ്. അത്രയും നല്ല ചോദ്യങ്ങൾ. ഓക്കെ, ഇനി അതിന്റെ ലളിതമായിട്ടുള്ള ഉത്തരം പറയാം. നമ്മളുടെ ദേവ സങ്കല്പങ്ങളിലെല്ലാം തന്നെ അതെല്ലാം മനുഷ്യനുമായി കണക്ട് ചെയ്ത് മനുഷ്യരൂപധാരികളായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിലും എല്ലാ ദേവന്മാരെയും നമ്മളിൽ തന്നെ ഉള്ള രൂപത്തിലാണ് കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാ രൂപങ്ങളും മനുഷ്യരൂപങ്ങളിൽ തന്നെയാണ് ഉള്ളത്. അപ്പോ മനുഷ്യന് ആയുധങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അവന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഒന്നാമത് ഈ ആയുധങ്ങളെല്ലാം കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പോ എല്ലാ ആയുധങ്ങൾക്ക് 2 വശങ്ങളുണ്ട്. ഒന്ന് നന്മയുടെയും ഒന്ന് തിന്മയുടെയും. അപ്പൊ നമ്മളാകുന്ന മനുഷ്യൻ എപ്പോഴും നന്മയും തിന്മയുടെയും ഭാഗമാണ്. അതിൽ നല്ലത് ചെയ്താൽ നല്ലത് സംഭവിക്കുമെന്നും തിന്മ ചെയ്തവന് തിന്മ സംഭവിപ്പിക്കുമെന്നും ഉള്ള രാധമ്മ പറഞ്ഞ സെയിം തന്നെയാണ്, ഒരേ കാര്യം തന്നെയാണ്. പക്ഷെ അതിന് ലളിതമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളിൽ എല്ലാ ഭാവങ്ങളും ഉണ്ടാവണം എന്നതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം. സ്നേഹഭാവം മാത്രമല്ല, രൗദ്രഭാവവും സ്നേഹഭാവവും രണ്ടും ഒന്നിച്ച് ചേരുമ്പോഴാണ് ഒരു യഥാർത്ഥ പുരുഷാർത്ഥം സംഭവിക്കുന്നത്. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ജീവന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. അപ്പൊ അത് സംഭവിക്കണമെങ്കിൽ നമ്മളിൽ 2 കാര്യങ്ങളും ഒരുപോലെ വേണം. അതായത് നമുക്ക് നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ വാഴ്ത്താനും നല്ലതല്ലാത്തതിനെ ഒഴിവാക്കാനും അതിനെ കെടുത്താനും പറ്റണം. ഇതുകൊണ്ടാണ് എല്ലാ ദേവങ്ങളും, ഈവൻ ശ്രീകൃഷ്ണന്റെ കയ്യിലടക്കം ഒരു ഇതുണ്ട് അല്ലെ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സുദർശനം ഉണ്ട്. അപ്പോ ഇത് നമ്മൾക്ക് എങ്ങനെയാണ് അതിന്റെ അർത്ഥം നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നന്മ കൊണ്ടും തിന്മയെ അതേപോലെ തന്നെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കരുത്ത് നമ്മൾ ഓരോ ദിവസവും ഉണ്ടാക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അത് എപ്പോഴും ചോദ്യങ്ങളായി വരിക. രണ്ടാമത്തെ 1-2 കാര്യങ്ങള് അതാ ഈ കഥ പറയുമ്പോൾ ഈ എന്താന്നറിയോ, ഈ കഥയിലുള്ള പ്രശ്നം എന്താ അറിയോ, കഥകൾ വെറും ഒരു കവി സങ്കല്പങ്ങൾ മാത്രമാണ്. പക്ഷെ അവിടെ കുറെ ചോദ്യങ്ങൾ വരാതെ സൂക്ഷിക്കണം. ഈ കാമദേവനോട് രൗദ്രഭാവം അല്ല, ദേഷ്യഭാവം അല്ല യഥാർത്ഥത്തിലുള്ളത്. അത് സംഭവിച്ചത് അങ്ങനെയല്ല. ദേവി ആദ്യത്തെ ഭാഗം വളരെ കറക്റ്റാണ്. ദേവി അത് ശക്തിയിൽ അങ്ങനെ തിരിച്ചാണ്, ശക്തിയില്ലാതെ ശിവനില്ല എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. അപ്പോ ശക്തി ഒരു സമയത്ത് അറിയാതെ ഈ കുളിച്ചു വരുന്ന സമയത്ത് കാമദേവൻ അവിടെ നിന്നുകൊണ്ട് അമ്പ് ചെയ്തപ്പോഴാണ് ഈ ശിവന് ദേഷ്യം വന്നത്. അവരുടെ ആ ഒരു കാമകേളിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കാമദേവൻ ചെറിയൊരു അമ്പ എഴുതപ്പോ ആ അമ്പ എഴുതി ആരാന്ന് അറിയാതെയാണ് ഭസ്മാക്കി കളഞ്ഞത്. അതാണ് അതിന്റെ ഒരു ശരിയായ രൂപം. പിന്നെയാണ് അതിനകത്ത് മറ്റേ അസുരന്റെ കാര്യം ഞാൻ തൽക്കാലം പ്രതിപാദിക്കുന്നില്ല. കഥ നല്ലതാണ്, കഥ ഇരിക്കട്ടെ. അവസാനം ആ സമയത്ത് ഈ കഥ പറഞ്ഞപ്പോ മാറിപ്പോയിട്ടുള്ളൂ, കഥ സംഭവം ശരി. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം വെച്ചാല് ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യം. ഇത് നിങ്ങൾ എല്ലാവരും പറയുക, കേൾക്കുക, അറിയുക. എന്നാലാണ് നമുക്ക് ഈ സങ്കല്പത്തെ എപ്പോഴും നന്നായി കൊണ്ടുപോകും. പക്ഷെ മനസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും അദ്വൈത സിദ്ധാന്തമാണ് നമ്മൾ അനുവർത്തിക്കുന്നത്. അപ്പോ ദേവന്മാർ എന്ന് പറയുന്നത് വിഭിന്നമായ ഒരു സംഭവമല്ലെന്നും അത് നമ്മളിൽ തന്നെ കുടികൊള്ളുന്ന ഒരു പ്രതിഭാസമാണെന്നും ആദ്യം അംഗീകരിക്കണം. അപ്പോ ഇപ്പോ ശിവോഹം എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ സർവ്വവ്യാപിയാണ്. അപ്പൊ ശിവൻ എവിടെയെന്ന് വെച്ചാൽ സർവ്വവ്യാപിയാണ്, നമ്മളിലും എല്ലാത്തിലും കുടികൊള്ളുന്നതാണ് ശിവൻ എന്ന് പറയുന്ന സംഭവം. അതുപോലെ തന്നെ ദേവീ സങ്കല്പങ്ങളെല്ലാം നമ്മളിൽ തന്നെ കൊടുക്കുന്നു. കാരണം
നമ്മൾ പറയില്ലേ ട്വിൻ ഫ്ലെയിം, അല്ലെങ്കിൽ നമ്മൾ പറയും അർദ്ധനാരീശ്വര സത്യം എന്ന് പറയും. അത് ഓരോ ആണിലും ഒരു പെണ്ണിന്റെ സ്വഭാവം ഉണ്ടാവും, ഓരോ പെണ്ണിലും ഒരു ആണിന്റെ സ്വഭാവം ഉണ്ട്. രണ്ടും മിക്സ്ഡ് ആണ്, അതില്ലാതെ ആവാൻ പാടില്ല. അപ്പോ ഈ തത്വങ്ങളെല്ലാം നമ്മളിൽ ഉള്ള തത്വങ്ങൾ തന്നെയാണ്. അതിന് വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഇത്തരം കഥകളും സംഭവങ്ങളും ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്വൈത സിദ്ധാന്തത്തിലൂടെ ആയിരിക്കണം എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇത് ദൈവം മറ്റ് സെമിറ്റിക് മതങ്ങൾ ചെയ്ത പോലെ നമ്മുടെ സനാതന ധർമ്മത്തിൽ ഏറ്റവും ഭംഗിയും ഏറ്റവും ശാശ്വതവുമായ ഇത്രയും വർഷങ്ങളായിട്ട് നശിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്ക് ദൈവങ്ങളും നമ്മളും വിഭിന്നമാണെന്നുള്ള സങ്കല്പം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇതെല്ലാം നമ്മളിലുള്ളതാണ്. ഓരോ സങ്കല്പങ്ങളും അതുപോലെ വെക്കണം. ഇതുപോലെ ക്ലാസ്സുകളും കാര്യങ്ങളും ഓരോന്നും നമ്മൾ ലളിത സഹസ്രനാമം നമ്മൾ ഇന്ന് ചൊല്ലിയതല്ലേ? അതെ, സഹസ്രനാമത്തിന്റെ ധ്യാന ശ്ലോകമാണ് ഇപ്പൊ ചൊല്ലിയത്. സഹസ്രനാമം നമ്മളിലെ ഓരോ എനർജിയാണ്, ഓരോ എനർജികളെയും ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് അവസാനം സഹസ്രാര ചക്രം വരെ എത്തിക്കുക എന്നുള്ളതാണ് ലളിത സഹസ്രനാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ ഓരോ ഭാഗങ്ങൾ ചൊല്ലുമ്പോഴും അതിനനുസരിച്ചുള്ള ചക്രങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോന്നും വെറുതെ കേൾക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അത് കേട്ടിട്ട് നമ്മള് ചക്ര മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കറിയാം, മൂലാധാരത്തിൽ നിന്ന് ആദ്യത്തെ രണ്ടാമത്തെ ഇത് കഴിഞ്ഞതിന് ശേഷം മൂലാധാര ചക്രത്തിൽ നിന്നും ഓരോ സ്റ്റെപ്പുകൾ കയറ്റി നിങ്ങൾ ആ ഇതിനനുസരിച്ചുകൂടി കൊണ്ടുപോകണം. അപ്പോഴാണ് ലളിത സഹസ്രനാമം കംപ്ലീറ്റ് ആവുക. അപ്പൊ അത് അങ്ങനെയുള്ള പ്രാക്ടീസുകൾ എടുക്കുമ്പോൾ നമ്മൾ ആധ്യാത്മികമായിട്ട് വളരെ ഉയരാൻ പറ്റും. അപ്പൊ ഈ നമ്മൾ നാമജപങ്ങൾ കേട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല, നാമജപങ്ങൾ ജീവിതത്തിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ നമ്മളിലേക്ക് ലയിപ്പിക്കണം. അത്തരം രീതിയിലായിരിക്കണം കാര്യങ്ങൾ. ഏതായാലും നന്നായി വരട്ടെ. ശാന്തകുമാരിയമ്മൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ കടകടകടമായി പോയിക്കൊണ്ടേയിരിക്കും. എവിടെയാണ് നിർത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർത്തമില്ലാതെ പോകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെല്ലാൻ തുടങ്ങുക. കാരണം എനിക്ക് അടുത്ത നമ്മളെ ഗെറ്റ് ടുഗദറൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ വരുന്നത്. നാമജപവും മറ്റങ്ങളായിരിക്കും നമ്മുടെ ഗെറ്റ് ടുഗദർ ഭാഗമായി മാറുന്നത്. ഓക്കെ, നന്നായിട്ട് നാമജപം ചെല്ലുന്ന ഞാൻ കണ്ടു കേട്ടോ. കുറച്ചും കൂടി നന്നായിട്ട് ചെല്ലുന്നതൊക്കെ നന്ന ഭംഗിയുണ്ട്. കുറച്ചും കൂടി കൂടുതൽ പഠിച്ചു വെച്ചു കേട്ടോ. അതായത് എനിക്ക് കുറെ പ്രാവശ്യം അതിശയം വന്നു. അമൂല്യ തന്നെയാണോ ഇത്രയും ഉച്ചത്തിൽ ചൊല്ലുന്നത്, ഇത്രയും ശബ്ദം വരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ സുവർണ മാമിനെ കൊണ്ട് ഇരുത്തി ചെല്ലിപ്പിക്കണം. അതിങ്ങനെ ഓപ്പൺ ആവാൻ വേണ്ടി മടിച്ച് നിൽക്കുകയാണ്. നന്നായിട്ട് ചെല്ലിപ്പിക്കണം കേട്ടോ ഇടയില്. ശരി, ഓക്കെ. അപ്പൊ താങ്ക് യു എല്ലാവർക്കും. നന്ദി. നാമം ചൊല്ലേ കേക്കട്ടെ, ഞാൻ കേക്കട്ടെ. നാമിപ്പോ നമ്മുടെ ശാന്തിപദത്തിൽ വന്നിട്ട് 3-4 നാമമൊക്കെ പഠിച്ചു കഴിഞ്ഞു. ക്യാമറയ്ക്ക് മുമ്പിൽ ഭയങ്കര നാണോ. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. Thank you. Okay. Bye.